പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ സാക്ഷാൽ നിങ്ങൾ സ്വതന്ത്രരാകും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാമത്തെ വാക്യം. എന്തെങ്കിലുമൊക്കെ നുകങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർ എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, യേശുക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ പൂർണ്ണമായി സ്വതന്ത്രരാകും. പലയിടങ്ങളിലോടി വിടുതൽ പ്രാപിക്കുവാൻ കഴിയാതെ, സ്വാതന്ത്ര്യം ലഭിക്കുവാൻ കഴിയാതെ, രക്ഷ പ്രാപിപ്പാൻ കഴിയാതെ, പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ നിന്നുമൊക്കെ വിടുതൽ പ്രാപിപ്പാൻ കഴിയാതെ, ഒരു സ്വാതന്ത്ര്യമില്ലാതെ ഭാരം അനുഭവിക്കുന്ന വ്യക്തിയോട് ആത്മാവിൻ്റെ നിറവിൽ വിളിച്ചു പറയട്ടെ, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ സാക്ഷാൽ നിങ്ങൾ സ്വതന്ത്രരാകും. പ്രൈസ് ദ ലോർഡ്. യേശുക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കും. ഇന്ന് അനുഭവിക്കുന്ന സകല രോഗങ്ങളിൽ നിന്നും, സകല ശാപങ്ങളിൽ നിന്നും, സകല പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുവാൻ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ താണഭൂമിയിലേക്ക് മനുഷ്യനായി വന്ന് അവൻ്റെ അവസാന തുള്ളി രക്തം വരെ മൂറ്റിത്തന്ന് അവൻ്റെ രക്തത്താൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവൻ്റെ രക്തത്താൽ നമുക്ക് രക്ഷയുണ്ട്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുക്രിസ്തു നാമമാണ്. താങ്കൾ രക്ഷ പ്രാപിപ്പാൻ, സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ ഏകനാമം യേശുക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. ഈ ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യനും പാപിയായിട്ടാണ് ജനിക്കുന്നത്. പാപിയായി ജനിച്ച മനുഷ്യൻ സ്വാതന്ത്ര്യം പ്രാപിക്കണമെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചേ മതിയാകത്തുള്ളൂ. അതുകൊണ്ട് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിപ്പാൻ, ശാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുവാൻ, ആ അടിമ നുകങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ഇന്ന് ഞാൻ ആഹ്വാനം ചെയ്യുക. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ദിനങ്ങളാണ്. ആ ദിനങ്ങളിൽ പൂർണ്ണമായി ഒരു മനുഷ്യൻ സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ, അവൻ സ്വതന്ത്രനാകണമെങ്കിൽ അവൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചേ മതിയാകത്തുള്ളൂ. യേശുക്രിസ്തുവിലൂടെയാണ് നമുക്ക് സാക്ഷാൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. പൂർണ്ണമായി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ, നിങ്ങൾ വിടുതൽ പ്രാപിക്കണമെങ്കിൽ യേശുക്രിസ്തുവിലൂടെയാണ് അത് ലഭ്യമാകുന്നത്. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഇന്ന് സ്വതന്ത്രനാകുവാൻ, നിങ്ങൾ രക്ഷ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ, പൂർണ്ണമായൊരു സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇന്ത്യ മഹാരാജ്യം ബ്രിട്ടീഷിന്റെ അടിമനുഖത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുവാനായി അനേക മഹാന്മാർ രക്തമൊഴുക്കിയിട്ടുണ്ട്. അനേക മഹാന്മാർ വീര്യമൃത്യു മരിക്കുവാനിടയായി തീരുവാനിടയായി. എന്നാൽ ഇവിടെ നോക്കിക്കേ, ഒരു മനുഷ്യൻ പാപത്തിൽ നിന്ന്, അവൻ്റെ ശാപത്തിൽ നിന്ന് ആ മനുഷ്യൻ രക്ഷ പ്രാപിക്കുവാൻ ഇതാ യേശുക്രിസ്തു യാഗമായി തീരുവാനിടയായി. യേശുക്രിസ്തുവിന്റെ ചങ്കിലെ അവസാന തുള്ളി രക്തം വരെയും ഊറ്റിത്തന്നത് എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിക്കുവാനാണ്. പിശാചിന്റെ സകല മുഖങ്ങളിൽ നിന്നും, അവന്റെ സകല അടിമത്വത്തിൽ നിന്നും നിങ്ങളെ വിടുവിക്കുവാൻ യേശുക്രിസ്തു ആഗ്രഹിക്കുകയാണ്. ആകയാൽ ഈ സ്വാതന്ത്ര്യ ദിനം ഇന്ത്യ മഹാരാജ്യം ആഘോഷിക്കുന്ന ഈ വേളയിൽ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും പിശാചിന്റെ സകല അടിമനുഖത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേരുന്നു. യേശുക്രിസ്തു നിങ്ങളെ സാക്ഷാൽ സ്വതന്ത്രരാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.